இந்த ஆள் தானா? இவரு கிடையாது, அந்த ஆளு. കഥവ് തുറക്ക പോറിയാ ഇല്ലയാ? കഥവ് തുറ. ஆஹா, போலீஸாയിരുന്നു. முகுந்த கிருஷ்ண கர்த்தா யாரு? என்ன? நீ தானே? ஆமா, என்ன? பணத்தை ஏமாத்திட்டு என்னன்னா கேக்குற? ஐயோ, நான் ஏமாத்தல. திருட்டு ராஸ்கல். 10,000 ரூபாய் ஏமாத்தல? ஐயோ சார், இவர் அந்த மாதிரி ஆளே அல்ல. அது சார், அது வேற யாரும். அப்படியா? அப்ப முதல்ல நீ வண்டியில ஏறு. போ. சார் அங்க செல்லு. நடையா. நான் நோக்கிக்கோளா. எஸ்ஐ உனக்காக வெயிட் பண்ணிட்டு யாருமே ஏமாத்தல. வாடா. ஓட ஆளை பார்த்து ஓட பாக்குற. போடா. நடையா. நான் யாருமே ஏமாத்தல சார். நான் நடிஞ்சிட்டு இருக்கேன். வேகமா போ. சத்தியமா எந்த காரியம்? போடான்ற. வேகமா போயா. சார், ഈ നിൽക്കുന്ന മനുഷ്യൻ തനിക്ക് 10,000 രൂപ തന്നോ? സത്യം പറയടാ മുകുന്ദകൃഷ്ണ. സാർ അത് തന്നോ ഇല്ലയോ? സാർ രൂപ തന്നത്, പക്ഷെ അങ്ങനെയല്ല സാർ. സേ യെസ് ഓർ നോ. ഇടിച്ചിട്ട് മൂക്കാൻ പറ്റും. സത്യം പറയടാ. രൂപ തന്നത് സത്യ, പക്ഷെ അത് നോ മോർ ക്ലാരിഫിക്കേഷൻസ്. ഇൻസ്പെക്ടർ, ഐ വാണ്ട് ടു സീ ഹിം ബിഹൈൻഡ് ദ ബാർസ്. സാർ, ഓഫീസിൽ തന്റെ നേരിൽ പോലും കണ്ടുപോരുത്. യു ആർ ഡിസ്മിസ്ഡ്. സാർ, സാർ നിൽക്കടാ. സാറ് ഇവിടെ വാടാ. നിനക്കുള്ള ഞാൻ തരാം. ഒന്നും അറിയാത്ത പാവത്തിന് ദ്രോഹിച്ചു. തുറന്നിട്. നീയല്ലേ പറഞ്ഞു ഇവന് ഭ്രാന്താണെന്ന്? സാർ, ഇവന് ഭ്രാന്താണ് സാർ. ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ഇവന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യണം. എടാ, നിനക്കറിയാമോ ഞാൻ ആരാണെന്ന്? ഇവിടുത്തെ മുൻ മേയറായിരുന്ന MC ഗോപാലൻ നായരുടെ അനന്തരവനാണ്ടാ. ഡോക്ടർ രവീന്ദ്രൻ, എന്റെ അമ്മാവന്റെ മോൻ. സുലോചന, എന്റെ അമ്മാവന്റെ മരുമോള്. സാർ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഞാനൊരു അന്തസ്സുള്ള കുടുംബത്തിൽ അംഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ എന്നെ മനഃപൂർവ്വം ചതിക്കായിരുന്നു. ഇവനെ വിടരുത് സാർ. അയ്യോ സാർ, ഇത് കേസാക്കരുത്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? സാർ, ഇത് കേസാക്കരുത്. ഇതെന്റെ മാനത്തിന്റെ പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും 24 മണിക്കൂറിനായി ഞാൻ കാശെത്തിക്കാം. ഞാൻ പൊക്കോട്ടെ സാർ. പക്ഷെ നന്നായിട്ടൊന്ന് പെരുമാറണം സാറേ, അല്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടില്ല. സാർ, അയ്യോ അത് വേണ്ട സാർ, ഞാൻ കാശെത്തിക്കാം. വേണ്ട വേണ്ട സാർ, വേണ്ട. വേണ്ടെന്ന് പറ. വേണ്ടെന്ന് പറ. വേണ്ട വേണ്ട. എന്താ മുന്നായി കേൾക്കുന്നത്? മുകുന്ദേട്ടെ പറ്റി ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല. 14 വർഷമായി ഞാൻ ഈ തെരുവിൽ വന്നിട്ട് ഇന്ന് വരെ ഇവിടെ ആരെയും പോലീസ് പിടിച്ചിട്ടില്ല. അതിനിവിടെ ആരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഈ തെരുവ് മാറിപ്പോയി. അയ്യയ്യേ, അറയിലെ ചരട് പാമ്പായി കടിച്ചാൽ കാട്ടിലെ പാമ്പ് ഓടി കടിക്കുന്ന ഒരു ചൊല്ലുണ്ട്. മാലിന്യാന്ന് വിചാരിക്കുന്ന നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താ ഞങ്ങൾ പിന്നെ ആരെയും വിശ്വസിക്കുക? കള്ളനും ചതിനൊന്നും ഈ തെരുവിൽ വേണ്ട. വേഗം വീടൊഴിഞ്ഞ് പോയാൽ മതി. ഒരു വെടിക്കുള്ള മരുന്ന് നിന്റെ കയ്യിലുണ്ടെന്ന് ഇപ്പോഴറിഞ്ഞത് മൂന്നാ. ആക്ച്വലി എന്താ മുകുന്ദ സംഭവിച്ചത്? എല്ലാരും കൂടെ എന്നെ കള്ളനും ചതീനുമാക്കി ഇരിക്കല്ലേ, അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിച്ചോളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പോലീസുകാർ എന്നാ പറഞ്ഞത്? താൻ പണം ഏമാത്തിയാച്ചെന്ന്. ഞാൻ ഏമാത്തിയാച്ച അത്ര തന്നെ എന്ന് പറഞ്ഞ പൈപ്പ് വന്നത് നിന്റെ സ്വാധീനം കൊണ്ടല്ലെന്ന് ഔസേപ്പേട്ടൻ പറഞ്ഞു നടക്കുന്നത് ചുമ്മാതാണെന്ന് ഞാൻ വിശ്വസിച്ചു. കമ്പനിയിൽ കയറിക്കൂടിയത് എന്റെ നന്മയ്ക്കാണെന്ന് നീ എന്നെ വിശ്വസിപ്പിച്ചു. ഒരുത്തന് ജോലി വാഗ്ദാനം ചെയ്ത് നീ എന്നെ കൊണ്ട് രൂപ വാങ്ങിപ്പിച്ചു. എന്നിട്ട് എന്നെ പോലീസിനെ കൊണ്ട് തല്ലിച്ചു, അല്ലടാ? മുകുന്ദ, ഔസേപ്പ് പറഞ്ഞു നടക്കുന്നത് നുണ. നിന്റെ നന്മക്ക് വേണ്ടിയാണ് ഞാൻ കമ്പനിയിൽ കയറിക്കൂടിയത് എന്നുള്ളത് സത്യം. ഒരു ഭ്രാന്തന്റെ മുമ്പിൽ നിന്നെ കൊണ്ട് എസ്ഐയുടെ മകനായി അഭിനയിപ്പിച്ചതാണ് ഞാൻ ചെയ്ത ഏക തെറ്റ്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അവന് ഭ്രാന്തമില്ല, ഒരു ചുക്കുമില്ല. അവനെ നീ ചതിക്കുകയായിരുന്നു, ചതിയൻ. അരുത് മുകുന്ദ, അരുത്. നിന്റെ നാക്ക് കൊണ്ട് അങ്ങനെ പറയരുത്. എന്നെ ചതിയനെന്ന് വിളിക്കരുത്. മറ്റാർക്കും പിടികിട്ടാത്ത വിധം പെരുമാറുന്ന ഒരു പ്രത്യേകതരം ഭ്രാന്തനാണ് ആ ഭ്രാന്തൻ. അല്ല, അവൻ എന്റെ പെങ്ങളുടെ ബന്ധുവാണ്. ഓ, അതുകൊണ്ട് അവൻ ഭ്രാന്തനല്ലാതാകുന്നില്ല. എനിക്ക് തരാനുള്ള കാശാണ് അവൻ തന്നത്. എന്നിട്ട് ഞാനാണ് നിന്നെ കൊണ്ട് കാശ് വാങ്ങിപ്പിച്ചതെന്ന് നിന്റെ MD-യോട് നീ പറഞ്ഞോ? അത് കേൾക്കാൻ അദ്ദേഹം നിന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞോ? അവൻ സുലോചനയുടെ ബന്ധുവാണെന്ന് അറിഞ്ഞപ്പോൾ എന്റെ നാക്ക് താണുപോയി. അവരെങ്ങാനും ഇത് അറിഞ്ഞാൽ, എന്നെ സംശയിച്ചാൽ 24 മണിക്കൂറിനകം കാശ് കൊണ്ട് തരാമെന്ന് പറഞ്ഞ് ഞാൻ തടി തപ്പി. MD-യോടെങ്കിലും
സത്യം പറയാമായിരുന്നു. കേൾക്കാൻ നിന്നില്ലെന്ന് പറഞ്ഞില്ലടാ. എന്നിട്ട് എന്നോട് പറഞ്ഞു ഓഫീസിൽ ചെല്ലണ്ടെന്ന്. ഓഹോ, അത് ശരി. അപ്പോ ഇനി എന്റെ പേര് പറയണ്ട. പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും ജോലി പോവും. നീ പേടിക്കണ്ട. എനിക്ക് ശമ്പളം കിട്ടുന്നിടത്തോളം കാലം നീ പട്ടിണി കിടക്കില്ലടാ. നിനക്ക് ഓർമ്മയുണ്ടോ, പണ്ട് UP സ്കൂളിൽ നമ്മൾ ഒന്നിച്ച് പഠിച്ചിരുന്ന കാലത്ത് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ പട്ടിണിയായിരുന്നു. അച്ഛന്റെ ബിസിനസ് പൊളിഞ്ഞ് ഞങ്ങൾ ആകെ തകർന്നു നിൽക്കുന്ന സമയം. പക്ഷെ പട്ടിണിയാണെന്ന് ഞങ്ങൾ ആരെയും അറിയിച്ചില്ല. പക്ഷെ ഒരു ദിവസം നീ അത് മനസ്സിലാക്കി. കിണറ്റിനടുത്തുള്ള വാഴച്ചുവട്ടിൽ വെച്ച് നിന്റെ ചോറ് നമ്മൾ പങ്കുവെച്ച് കഴിച്ചു. അതൊന്നും ഞാൻ മറന്നിട്ടില്ലടാ, മറന്നിട്ടില്ല. നീ മറന്നോ? ഞാൻ വേണ്ട മൂന്ന വേണ്ട. നീ എന്നെ അവിശ്വസിച്ചില്ലേ? ഇത്രയൊക്കെ ഓർത്തു വെക്കുന്ന ഞാൻ നിന്നെ ചതിക്കുമെന്ന് നീ വിശ്വസിച്ചല്ലോ മൂന്ന. ഇല്ല വിശ്വ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. മതി, പോവാ ഞാൻ ഇവിടെ. വിശ്വ പോകരുത്. 24 മണിക്കൂറിനകം നീ എങ്ങനെയാ കാശ് കൊടുക്കുക? നിന്റെ മാനം നമുക്ക് രക്ഷിക്കണ്ടേ? ഇങ്ങനെ ഒരു കേസിൽ നീ കുടുങ്ങിയെന്ന് നിന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ വീട്ടുകാർ അറിഞ്ഞാൽ? അത് കുഴപ്പമില്ല, കുമാരൻ നായരുടെ കൈ ചിലപ്പോ കാണും. എങ്കിൽ തൽക്കാലത്തേക്ക് നീ വാങ്ങിച്ചോ. ഞാൻ ഇപ്പൊ തന്നെ ചെങ്കൽപ്പേട്ടിലെ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. കാശും കൊണ്ട് വരാം. ചിലപ്പോ മറ്റന്നാളായി പോവും. കുമാരൻ നായർക്ക് ബാങ്കിൽ കാശില്ലാതിരിക്കില്ല. ആദ്യം ആ കാശ് നമുക്ക് സ്റ്റേഷനിൽ കൊടുക്കണം. പിന്നെ മറ്റവൻ ഭ്രാന്തരാണെന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കണം. ഞാൻ ഇപ്പൊ തന്നെ ചെങ്കൽപ്പേട്ടിലേക്ക് പോവാണ്. എന്നാലും മൂന്ന, നീ എന്നെ അവിശ്വസിച്ചില്ലേ? സോറി വിശ്വ, ഐ ആം സോറി. തനിക്കെന്തോ അബദ്ധം പറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ആട്ടെ, ആരാ തന്നെ അബദ്ധത്തിൽ ചാടിച്ചത്? പറഞ്ഞിട്ട് എന്താ കാര്യം ചേട്ടാ? പറ്റേണ്ടതൊക്കെ പറ്റിയില്ലേ? 10,000 രൂപ കടമേടിച്ചോണ്ടല്ലോ ഇപ്പൊ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. എനിക്ക് എന്റെ ചേച്ചി എന്താ സംഭവിച്ചത് ഞാൻ പിന്നീട് പറയാം. ശനിദശ എന്റെ തലയ്ക്ക് കുന്തം പിടിച്ചോണ്ടിരിക്കുക. ചേട്ടാ, താ ചേട്ടാ. പൈസ ഞാൻ തരാം. പക്ഷേ 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 എന്താ? പക്ഷേ പ്രശ്നമുണ്ട്. അടുത്ത ആഴ്ച സിമന്റ് വാങ്ങിക്കാനുള്ള കാശാ. വേഗം തിരിച്ചു തരണം. തരാം. സാധാരണ ഡ്രാഫ്റ്റ് എപ്പോഴാ വരുന്നേ? 20,000 ഡ്രാഫ്റ്റ് ഇല്ലേ? ആ, അടുത്ത മാസം 15-നാ. ആ, പോയോ? ഇല്ല, അതാ പ്രശ്നം. അതുവരെ വേറെ കാശില്ല. ഒരു കുഴപ്പമില്ല. തൽക്കാലം എന്റെ മാനം രക്ഷിക്കണം പ്ലീസ്. മാനം രക്ഷിച്ചോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ആ, അവിടെ നിന്നാ മതി. ആ താക്കോലിങ്ങെടുത്തേ. എവിടായിരുന്നു വിശ്വ നീ? കേസ് തീർക്കാൻ വേണ്ടി 3 ഞാൻ കാശ് കൊടുത്തു. അത് ഇന്നലെ രാത്രി ആരോ മോട്ടിച്ചോണ്ട് പോയത്രേ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു കുമാർ സാബ്. നിങ്ങളോട് എന്തിനാ അവൻ കാശ് വാങ്ങിച്ചത്? ഞാൻ കൊണ്ടുവരുമെന്ന് അവനോട് പറഞ്ഞതല്ലേ. എന്റെ ബാങ്ക് സ്ട്രൈക്ക് ആയത് കാരണം ഞാനൊരു ഫ്രണ്ടിനോട് കടം വാങ്ങിക്കുകയായിരുന്നു. എങ്കിൽ വേഗം ചെല്ലും മോനെ, അവൻ ആകെ വിഷമിച്ചിരിക്കുക. ഈ മുകുന്ദന് വേറെ എന്തൊക്കെയോ ചെലവുകൾ ഉണ്ടെന്നാ തോന്നുന്നു. അതെ, കള്ളന്മാര് വന്നൊന്നും ആവില്ല. നോണ പറയാവുന്നേ. നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. നിങ്ങൾ സിമന്റ് ഇറക്കുക തന്നെ. നിന്റെ കുമാർ സാബിന്റെ കാശ് ഞാൻ തരാം. ഈ അവസ്ഥയിൽ ആ പാവത്തിന് ഉപദ്രവിക്കണ്ട അല്ലേ? ഈ കാശ് തൽക്കാലം അവന് കൊടുക്കട്ടെ. ചെല്ലും മോനെ. എന്ത് സ്നേഹമുള്ള ചെക്കനാ. മുകുന്ദ, എന്നോട് ക്ഷമിക്കും മുകുന്ദ. നിന്നെ ഈ ഏടാകൂടത്തിലൊക്കെ ചാടിച്ചത് ഞാനാ. എങ്ങനെയാടാ രൂപ കളവ് പോയത്? കട്ടോണ്ട് പോയവൻ എങ്ങനാ കൊണ്ടുപോയെന്ന് എന്നോട് പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. എല്ലാം കഴിഞ്ഞു. ഞാൻ എവിടേക്കെങ്കിലും പോവാ. ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയല്ലേ മുകുന്ദ. ചെങ്കൽപ്പേട്ട എന്ന് കൊണ്ടുവന്ന രൂപയാ. നിന്റെ മാനം കാക്കാൻ ഞാനുണ്ടടാ. ചെല്ലേ, വാ, ആ റാസ്കലിന് കൊണ്ടുപോയി കൊടുക്ക്. വിശ്വ,
എഴുന്നേക്കടാ വാ. ഞാൻ ആരെയും സുമിത്രയ്ക്ക് തോന്നുന്നുണ്ടോ? മതി സംസാരിച്ചത് ഇവിടെ വാ